പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. എന്നത്തെയും പോലെ നമ്മുടെ ചാനലിൽ ഇന്ന് ഒരു കഥയോ കവിതയോ ഒന്നുമല്ല, മറിച്ച് സ്വന്തം ജീവിതാനുഭവം നമ്മളുമായി പങ്കുവയ്ക്കാൻ എത്തുന്നത് കണ്ണൻ്റെ പരമഭക്തയായ, കണ്ണനാണെല്ലാം, കണ്ണൻ ആണ് ജീവിതത്തിൻ്റെ എല്ലാം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വളരെയധികം ഈശ്വരഭക്തിയുള്ള നമ്മുടെ സവിതാ കൃഷ്ണൻകുട്ടി സ്വന്തം ജീവിതാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ എത്തുകയാണ്. കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളും ഭഗവാൻ നൽകുന്ന ഊർജവും എല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ എത്തുന്നത് സവിതാ കൃഷ്ണൻകുട്ടിയാണ്. ഭഗവാനെ ഏത് രൂപത്തിൽ നമ്മൾ വിളിച്ചാലും ആ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന അമ്മമാരും എല്ലാവരും കണ്ണാ 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 എന്ന് വാത്സല്യത്തോടെയും ഭക്തിയോടെയും വിളിക്കുന്ന ആ കണ്ണൻ്റെ കഥ കൂടി ആണ്. കണ്ണൻ്റെ കഥയെന്നല്ല, കണ്ണനോടുള്ള ഭക്തിയുടെ കഥയും കൂടിയാണ്, ജീവിത അനുഭവമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവരും കേൾക്കണം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ഇന്ന് കണ്ണനെ കുറിച്ച് പറയാട്ടോ. സാക്ഷാൽ ഗുരുവായൂരപ്പനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും എത്ര കണ്ടാലും മതിയാവാത്ത, അടുക്കുംതോറും നമ്മളെ കൂടുതൽ സ്നേഹത്തിൻ്റെ ആ ഒരു പരമമായ ഒരു ആനന്ദ അനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കണം. എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വർണ്ണനകൾക്കൊക്കെ അധികമാണ് ഗുരുവായൂരപ്പൻ. അത്ര ഇഷ്ടമാണ്, അത്ര സ്നേഹമാണ്. എൻ്റെ ജീവവായുവാണ് എൻ്റെ ഗുരുവായൂരപ്പൻ. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ അച്ചമ്മയാണ് എന്നെ നാമങ്ങൾ ചൊല്ലാനായാലും അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകാനായാലും പൂജാമുറി വൃത്തിയാക്കാനായാലും ഒക്കെ എൻ്റെ അച്ചമ്മയാണ് കേട്ടോ എനിക്ക് പ്രചോദനമായത്. അച്ചമ്മയുടെ വീട്ടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജാമുറി ഉണ്ട്. ആ പൂജാമുറി നിറയെ ഫോട്ടോസാണ്. ഈശ്വരന്മാരുടെ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരു കുട്ടിയായി എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അതൊക്കെ. അപ്പൊ അതിനൊന്നും തൊടാൻ പോലും അച്ഛമ്മ സമ്മതിക്കില്ല. കാരണം തൊട്ട് കഴിഞ്ഞാൽ തൊട്ടോണ്ടല്ല കുഴപ്പം, അതെങ്ങാനും ഞാനെടുത്ത് അത് കയ്യിൽ നിന്ന് വീണ് പോയാ, അത് ഉടഞ്ഞു പോയാലോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം അച്ഛമ്മ അതിനൊന്നും അനുവദിക്കാറില്ല. പക്ഷെ അച്ഛമ്മ ഇങ്ങനെ പൂജാമുറി ഒരുക്കണതും അതൊക്കെ വൃത്തിയാക്കണതും രാവിലെ ആയിരുന്നാലും വൈകിട്ടായിരുന്നാലും കൃത്യമായി വിളക്ക് കൊളുത്തി നാമം ചൊല്ലണതും ഒക്കെ കണ്ട് വളർന്ന ഒരു ബാല്യം. അപ്പൊ അച്ഛമ്മ ഇങ്ങനെ ഒതുക്കൊക്കെ ചെയ്യുമ്പോ ഞാനിങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈശ്വരന്മാരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ആ നിലവിളക്കൊക്കെ ഇങ്ങനെ കൊളുത്തി ആ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു മണമുണ്ട് ഇപ്പോഴും. അത് നമ്മുടെ എന്താ പറയാ, മൂക്കിലേക്കൊക്കെ ഇങ്ങനെ അരിച്ചിങ്ങനെ കയറുക തോന്നും. അത്രയും മനോഹരാണ്. വെളിച്ചാവുമ്പോ അച്ഛമ്മ വിളക്ക് കൊളുത്തിയിട്ട് ആ പൂജാമുറി ഇങ്ങോട്ട് തുറക്കുമ്പോൾ കാണുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യം പറഞ്ഞറിയിക്കാനേ പറ്റില്ല, അത്രയും മനോഹരാണ്. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഞാനിങ്ങനെ അച്ഛമ്മ പൂജാമുറി ഒരുക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അതിങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കും, അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൊതിയോടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരുന്നപ്പോ എന്തുകൊണ്ടോ അന്ന് എനിക്ക് 10 വയസ്സ്. അച്ഛമ്മയ്ക്ക് തോന്നി എനിക്ക് ഒരു ഫോട്ടോ തരണം എന്ന് തോന്നിയിട്ട് അച്ഛമ്മ എൻ്റെ കയ്യിൽ തന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സമ്മാനം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം, അതൊക്കെ എൻ്റെ ഗുരുവായൂരപ്പനാണ്. ആ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എനിക്ക് എൻ്റെ കയ്യിൽ അച്ഛൻ വന്ന് തരുമ്പോൾ കരയണോ ചിരിക്കണോ ഒന്നും പറയാൻ പറ്റാത്ത, ഒരു മിഠായി കയ്യിൽ കിട്ടിയ ഒരു കുട്ടിയുടെ സന്തോഷമായിരുന്നു എനിക്ക്. ആ ഫോട്ടോ മേടിച്ച് ഞാൻ കണ്ണനെ ഒരുപാട് ഇങ്ങനെ നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. ഒരു കുട്ടിയുടെ ഭാവപ്രകടനങ്ങളിൽക്കൂടെ എങ്ങനെയൊക്കെ തുള്ളിച്ചാടാമോ അത്രയും തുള്ളിച്ചാടി ഞാൻ ആ ഫോട്ടോയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ അമ്മ വഴക്ക് പറയാ ചെയ്തെന്നെ. എന്തുകൊണ്ടാച്ചാ,
വീട്ടില് ശുദ്ധമൊന്നുമില്ല. 3, 4 പെണ്ണുങ്ങളാണ്. അപ്പൊ എല്ലാ മാസവും നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ശുദ്ധമില്ലാത്തോണ്ട് ഫോട്ടോസൊന്നും വെക്കാൻ അച്ഛൻ സമ്മതിക്കാറില്ല. അപ്പൊ അച്ഛൻ ചീത്ത പറയും എന്ന് ഉള്ളത് കൊണ്ടാണ് അമ്മ എന്നെയും ചീത്ത പറഞ്ഞത് കേട്ടോ. അപ്പൊ അച്ഛൻ കാണാതെ അച്ഛനോട് ഉള്ള പേടി, അച്ഛനടുത്ത് ഇത് കാണിക്കാൻ പറ്റില്ല. അച്ഛനോടുള്ള പേടി, അച്ഛൻ ചീത്ത പറയാവോ എന്നുള്ള പേടി, ഭയം എല്ലാം കൂടി നിലനിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാ, ഒരു പഠിക്കണ പുസ്തകത്തിന്റെ ഉള്ളില് എൻ്റെ ഗുരുവായൂരപ്പനെ ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് പിന്നെ അന്ന് തൊട്ട് എനിക്കൊരു മിഠായി കിട്ടിയാലും, എനിക്കൊരു തല്ല് കിട്ടിയാലും, എല്ലാ കാര്യങ്ങളും എൻ്റെ സുഖവും ദുഃഖവും എല്ലാം പറയണ, എത്ര പറഞ്ഞാലും മതിയാവാത്ത, കണ്ണന്റെ കണ്ണുകളിലേക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ. അങ്ങനെ കണ്ണന്റെ കണ്ണുകളിലേക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ കണ്ണന്റെ മുഖത്ത് പല പല ഭാവങ്ങൾ ഞാൻ കാണാറുണ്ട്. പറഞ്ഞാ മറ്റുള്ളവരിത് വിശ്വസിക്കുവോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു ആനന്ദമാണ് എൻ്റെ കണ്ണൻ. ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയെ ഞാൻ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്. എന്നിലൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ കണ്ണന്റെ അടുത്ത് പോയി പറയും, കണ്ണാ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് വന്നു, എന്താ കണ്ണാ ചെയ്യാ? അപ്പൊ അത് തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. സത്യത്തില് അത് തെറ്റായിരിക്കില്ല. പക്ഷെ കണ്ണൻ ചിരിക്കും. എന്നിലൊരു തെറ്റ് ഞാൻ അറിയാണ്ടാണ് വന്നെങ്കിൽ, ഇപ്പൊ ഞാൻ തെറ്റെന്ന് കരുതിയ ഒരു കാര്യം സത്യത്തിൽ തെറ്റായിരുന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ശരിയെന്ന് കരുതി ചെയ്തേക്കണ കാര്യമായിരിക്കാം ഒരു പക്ഷെ തെറ്റായിട്ടുണ്ടായിരുന്നുണ്ടാവുക. പക്ഷെ എല്ലാത്തിനും ആ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചെടുത്തൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണന്റെ മുഖം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ചിരിയേ വരില്ല, ചിരിയേ ഉണ്ടാവില്ല ആ മുഖത്ത്. പക്ഷെ നല്ലത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ആ മുഖം ഇങ്ങനെ ചിരിച്ച് ഭയങ്കര പ്രസന്നായിരിക്കും. അപ്പോ ഞാൻ എൻ്റെ തെറ്റുകളെയും ശരികളെയും ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള അറിവിനേക്കാളും അധികം എൻ്റെ കണ്ണന്റെ മുഖത്ത് വിടരണ ആ ഭാവങ്ങളിൽ നിന്നാ. എന്താച്ചാ നമ്മുടെ അമ്മ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യപ്പെടില്ലേ? അതേപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനോട് അല്ലെങ്കിൽ സാക്ഷാൽ ഭഗവാനോട് നമ്മൾ അടുക്കും തോറും നമ്മുടെ ഓരോ ഇതുകളെയും ശരിയും തെറ്റിനെയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളെ കൊണ്ട് നടക്കുക, അതുപോലെ നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണ് കേട്ടോ ഭഗവാൻ. അതിപ്പോ ഗുരുവായൂരപ്പൻ തന്നെയല്ല ഞാൻ പറയണേ. ചിലപ്പോ എല്ലാവരും ഏത് ഈശ്വരന്മാരെയാണോ വിചാരിക്കണേ, ആ ഈശ്വരന്മാർ അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള ചൈതന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വലിയ ശക്തിയിൽ നിന്ന് നമ്മള് നമ്മുടെ അമ്മയായി, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായി, അല്ലെങ്കിൽ നമ്മുടെ കളിക്കൂട്ടുകാരനായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു മകനായി, അങ്ങനെ പല പല ഭാവങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ഏത് ഭാവത്തിലാണോ ഈശ്വരന്മാരെ കാണണേ, ആ ഭാവത്തിൽ കൂടെ നമ്മൾ കണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണ നമ്മുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനായി, അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ കൂടെ നമ്മൾ അങ്ങനെ കണ്ട് നമ്മളങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് കുറേ പരീക്ഷണങ്ങൾ തരും. പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാ പോരാ, നമുക്ക് തോന്നും എന്തിനാ കണ്ണാ നിന്നെയൊക്കെ ഇങ്ങനെ വിളിക്കണേന്ന് വരെ. ഒരുപാട് ഞാൻ അതും പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. തല്ലുകൂടി, കണ്ണന്റെ അടുത്ത് തല്ലുകൂടും നന്നായിട്ട്. നമ്മൾ ഒരുപാട് നന്മകൾ എല്ലാവർക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എല്ലാവരെയും നമുക്ക് കുറ്റവും ദേഷ്യവും അപമാനം അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ചില സമയത്തൊന്നും നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് തോന്നും എന്തിനാ അങ്ങനെ എന്നെ ഭഗവാനെ വിളിക്കണേ? ഭഗവാൻ ഇങ്ങനെ വിളിച്ച് 24 മണിക്കൂറും ഭഗവാന്റെ ചിന്തയില് ഭഗവത് നാമങ്ങൾ ചൊല്ലി നടക്കണ നമ്മള് എന്തിനാ എന്തിനാ ഇതൊക്കെ എന്നൊക്കെ തോന്നിപ്പിക്കും. അത്രയധികം എന്തിന് ചൊല്ലണ നാമബുക്കുകൾ പോലും മനസ്സിന്റെ വല്ലാത്ത വിഷമം കൊണ്ട് ഒരുപക്ഷെ എടുത്തെറിഞ്ഞിട്ട് വരെയുണ്ട് ഞാൻ. ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. സത്യാണ്, ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്തിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചൊല്ലണേ, ആർക്ക് വേണ്ടിയാ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്.
പക്ഷെ ഞാൻ ഞാൻ എൻ്റെ ഭഗവാനെ അറിയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എന്നെ പരീക്ഷിക്കുകയായിരുന്നു. എൻ്റെ ഭഗവാനോട് എനിക്ക് എന്തോരം ഭക്തിയുണ്ടെന്ന് അറിയണ്ടേ? എൻ്റെ ഭഗവാനോട് എനിക്ക് എന്തോരം സ്നേഹമുണ്ടെന്ന് അറിയണ്ടേ? ആഹ് അതിന് വേണ്ടിയിട്ട് എന്നെ കുറേ കുറേ സങ്കടക്കടലിലേക്ക് തന്നെ താഴ്ത്തിയിടുമ്പോഴും ആഹ് സങ്കടം വരുമ്പോ ദേഷ്യപ്പെടും. അല്ലെങ്കിൽ കുറേ പരാതിയും പരിഭവങ്ങളൊക്കെ പറയും കണ്ണൻ്റെ അടുത്ത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു നമ്മളെ തഴുകി വരണ ഒരു മന്ദമാരുതനെ പോലെ നമ്മളെ തഴുകണ, നമ്മളെ നമ്മളെ ചിരിപ്പിച്ച്, നമ്മളെ എന്താ പറയാ ഒരു നല്ലൊരു മനസ്സ് നിറച്ചു തരണ ഒരു സന്തോഷായിട്ട് ഭഗവാൻ വരും. അത് 100% സത്യാ. അനുഭവിച്ചറിഞ്ഞ സത്യാ പറയണേ. ആഹ് എന്താ പറയാ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏഹ് ഗുരുവായൂരപ്പനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തുടങ്ങിയാ ഒരുപാട് അനുഭവങ്ങളാണ്. ആഹ് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, 10ാമത്തെ വയസ്സില് ഗുരുവായൂരപ്പനെ പുസ്തകത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് പരാതികളും പരിഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കിട്ട ആ ബാല്യത്തിൽ നിന്ന് 11ാമത്തെ വയസ്സില് ഞാൻ എത്തിയപ്പോ എനിക്ക് ആദ്യം നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയാണ്. ഒരു ആക്സിഡന്റ് പറ്റി എൻ്റെ അച്ഛൻ മരിക്കുകയാണ്. അന്ന് അന്ന് അതിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അച്ഛൻ എന്ന് പറഞ്ഞാ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരാളാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനും നമ്മുടെ ശരിയും തെറ്റിനും ഒക്കെ പറഞ്ഞു തന്ന് സ്നേഹത്തോടെ പരിചരിച്ച് കൊണ്ട് നടന്ന ആഹ് ആ ഒരു അച്ഛൻ പെട്ടെന്ന് ഇല്ലാണ്ടാവാന്ന് പറഞ്ഞാ അത്രയും സങ്കടം തോന്നും അല്ലേ? അങ്ങനെ അത്രയും സങ്കടം എൻ്റെ ഭഗവാൻ എനിക്ക് ആദ്യമായിട്ട് തന്നൊരു സങ്കടം എന്ന് പറയണത് അതാണ്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ജീവിതത്തിലും പലപ്പോഴും ഉം, ഒറ്റപ്പെടുത്തി എന്നെ എല്ലാവരെയും ഒറ്റപ്പെടുത്തി. ഒരു ഒരു 11 വയസ്സില് ഒരു വാനമ്പാടിയെ പോലെ എത്ര കാലം നടന്ന ഞാൻ, എവിടെയും എപ്പോഴും കേറി ചെല്ലാൻ പറ്റിയിരുന്ന ഞാൻ, പെട്ടെന്നൊരു കൽത്തുറങ്കിലടയ്ക്കപ്പെടുന്ന ഒരു ഒരു കുട്ടിയായി മാറേണ്ട വന്നു. ആഹ് സാഹചര്യങ്ങളാവാം. അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടികള് അങ്ങനെ ഒന്നും നടക്കാൻ പാടില്ല എന്നുള്ള ഒരു അമ്മയുടെ ഒരു വേദനയാവാം. എന്തോ എന്തായാലും ആ ഒരു കുട്ടിയായി എനിക്കത് സഹിക്കാൻ പറ്റാവണേക്കാളും അത്രയധികം വേദനയായിരുന്നു. അത്രയധികം. ഒന്ന് അച്ഛനില്ല എന്നുള്ള വേദന. അതിൻ്റെ ഒപ്പം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാ അതും വലിയൊരു വേദന തന്നെയാണ് നമുക്കൊക്കെ. ആ ഒരു അപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പനെയാണ് ഞാൻ വിളിക്കുക ട്ടോ. കണ്ണനെ വിളിച്ച് കണ്ണൻ്റെ ഫോട്ടോ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പേടി വരുമ്പോഴും കണ്ണൻ്റെ നാമങ്ങൾ അങ്ങോട്ട് ചൊല്ലും. അപ്പൊ പേടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിലും കണ്ണൻ്റെ നാമം ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു ധൈര്യാ. കണ്ണൻ എൻ്റെ ഒപ്പം തന്നെയുണ്ട്. എനിക്കൊന്നും വരില്ല എന്നുള്ള എൻ്റെ ഒരു വിശ്വാസാണത്. അങ്ങനെ അങ്ങനെ എൻ്റെ സുഖവും ദുഃഖവും എല്ലാം ഇങ്ങനെ നമ്മൾ സംസാരിക്കണ പോലെ, നമ്മൾ നമ്മുടെ അച്ഛനോടോ അമ്മോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഒക്കെ സംസാരിക്കണ പോലെ തന്നെ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനോട് സംസാരിക്കും കേട്ടോ. അങ്ങനെ സംസാരിച്ച് അങ്ങനെ എൻ്റെ സുഖവും ദുഃഖവും എല്ലാം പറഞ്ഞിങ്ങനെ നടക്കണ എൻ്റെ ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു. ഞാനൊരു വിവാഹത്തിലേക്ക് എത്തി. ആ വിവാഹ ജീവിതത്തിലൊക്കെ ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ തന്നെയാണ് ഞാൻ പോയിക്കണത്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് കിട്ടുന്ന ഒരു സന്തോഷം അല്ലാതെ വേറൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അതില് അതിലെനിക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ കണ്ണൻ എന്നെ താങ്ങി കൊണ്ട് നടന്നിട്ടുള്ള ഒരു കഥ പറയുക തന്നെയാണ് കേട്ടോ. കഥയല്ല, ജീവിതാണ്, അനുഭവമാണ് പറയണേ. എന്താ പറയാ, 2014 അല്ല 2013 മെയ് മാസം മെയ് മാസത്തില് എൻ്റെ എൻ്റെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു 10-75 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, വീടടക്കമുള്ളത്. അതും കയ്യിലുണ്ടായിരുന്ന ബാങ്ക് ബാലൻസും അത്യാവശ്യം കുറച്ച് സ്വർണവും അങ്ങനെ എല്ലാം കൂട്ടുകാരന് വേണ്ടിയിട്ട് കൊണ്ടുപോയി പണയപ്പെടുത്തി. 2 മാസത്തെ കാര്യമുള്ളൂ, 2 മാസത്തിനുള്ളിൽ ഞാൻ നിനക്കത് തരാടാ എന്നും പറഞ്ഞിട്ടുള്ള
ആ കൂട്ടുകാരനെ അന്ധമായി എൻ്റെ ഏട്ടൻ വിശ്വസിച്ചതിന്റെ പേരില് ശരിക്കും നിലയില്ലാ കടത്തിലേക്ക് അല്ലെങ്കിൽ അതായത് ചുറ്റും തീയിട്ടിട്ട് ആ തീയിന്റെ നടുവില് പോയി നിക്കണ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. 2013 മെയ് മാസം. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എന്നെ അറിയിച്ചില്ല. എൻ്റെ ഭർത്താവ് എന്നെ അറിയിച്ചില്ല. പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് മനസ്സ് പറഞ്ഞു. മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എനിക്കെന്തോ ആപത്തുകൾ വലുത് വരാൻ പോണൂന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ കടക്കാര് ഏട്ടൻ കൈവായ്പയും മേടിച്ചു കൊടുത്തു. അങ്ങനെ കൈവായ്പ മേടിച്ചു കൊടുത്ത ആൾക്കാര് വീട്ടിൽ വന്നു തുടങ്ങി. അവർക്ക് തിരിച്ച് 2 മാസത്തെ കാര്യംന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ അവരൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എന്ന് പറഞ്ഞ് ഇവിടെ വന്നു തുടങ്ങി. അപ്പോഴും ഞാൻ എൻ്റെ ഏട്ടനെ ഞാൻ അതൊന്നും അറിയിച്ചില്ല. കാരണം അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ കൈവിട്ട് പോവാവോ എന്നുള്ളൊരു ഭയം, പേടി. അതുകൊണ്ട് അറിയിച്ചില്ല. മോളാണ് ഇത്തിരി അത്യാവശ്യം അറിവൊക്കെ ഉണ്ടായ കുട്ടി അവളാണ്. അവൾക്കറിയാമെല്ലാം. പക്ഷെ അവളോട് ഞാൻ പറയും, "അച്ഛനോട് ഒന്നും പറയരുത്. അച്ഛനെ അറിയിക്കരുത് ട്ടോന്ന്." കാരണം 1 കോടി രൂപയ്ക്കായിരുന്നു എൻ്റെ ഏട്ടൻ ആ സമയത്ത് കടക്കാരനായത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാണ്ടായി. പക്ഷെ ഏട്ടനെ കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറല്ലാത്തതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു അച്ഛനില്ലാണ്ടാവും എന്നുള്ള അച്ഛനില്ലാണ്ട് വളർന്നു വന്നൊരു ഒരു ഒരു കുട്ടിയാ ഞാൻ. എനിക്ക് അല്ലെങ്കിൽ എന്നെ പോലെ എൻ്റെ മക്കളാവരുത് എന്നുള്ളൊരു ദൃഢവിശ്വാസം അല്ലെങ്കിൽ ഒരു അതിന് അത്രയും കരുതൽ എനിക്കുണ്ടായത് കൊണ്ടാവാം. അല്ലെങ്കിൽ എൻ്റെ ഭഗവാൻ എൻ്റെ ഒപ്പം നിന്ന് എന്നെ നടത്തണോണ്ടാവാം. ഞാൻ അതിനെ തന്നെ മുറുകെ പിടിച്ചു. എൻ്റെ കുടുംബത്തെ കൊണ്ട് നടക്കണം എന്ന് മുറുകെ പിടിച്ചു. 2 വീട്ടിലും പോയി പറയാൻ പറ്റില്ല. 2 വീട്ടിലും പോയി പറഞ്ഞാ 2 പേരും 2 കൂട്ടരും ഞങ്ങളെ തല്ലേയുള്ളൂ. കാരണം കൂട്ടുകാരന് വേണ്ടിയിട്ട് ചെയ്തു പോയ അബദ്ധാണ്. അവരവർക്കൊരു വീട് പണിതിട്ടോ അല്ലെങ്കിൽ അവനവൻ്റെ മക്കളെ ഒന്ന് കെട്ടിച്ചു കൊടുത്തിട്ടോ അങ്ങനെ ഒന്നും അല്ലല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയില് ഇത് 2 വീട്ടിലും പോയി പറയാൻ വയ്യാത്തോണ്ട് മിണ്ടിയില്ല. ആരെയും അറിയിച്ചില്ല. അവസാനം നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറയാൻ നമ്മളൊരു ജ്യോത്സ്യനെ പോയി കാണുകയാണല്ലോ. അങ്ങനെ ഒരു ജ്യോത്സ്യനെ പോയി കാണുകയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, "ഗുരുവായൂർ പോയി തൊഴുവോ?" പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കാണെങ്കി നടുവേദന ഭയങ്കരായിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഒരു വണ്ടി വിളിച്ച് തന്നെ പോണം. അല്ലാണ്ട് പറ്റില്ല പോവാൻ. അപ്പൊ രണ്ടും കൽപ്പിച്ച് കടം മേടിച്ചിട്ടായാലും വണ്ടി വിളിച്ചു. വണ്ടി വിളിച്ച് ഗുരുവായൂർ പോയി. അപ്പൊ എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു 17 രൂപയാണ് ട്ടോ. ഞാൻ അതുവരെ എന്നെപ്പ പോവായാലും എൻ്റെ കയ്യില് 100 500 1000 അങ്ങനെയൊക്കെയാണ് എൻ്റെ കയ്യില് കാശുണ്ടാവാറുള്ളൂ. നിറച്ച് എൻ്റെ പേഴ്സ് നിറയെ കാശുണ്ടാവും. അങ്ങനെയാണ് ഏത് അമ്പലങ്ങളിലേക്കും പോയാലും. പക്ഷെ അന്ന് ആകെ ഉണ്ടായത് ഒരു 17 രൂപയാ. ആ 17 രൂപയിൽ 10 രൂപ ആ വണ്ടി കേറ്റിയിടുന്നോടത്ത് കൊടുക്കേണ്ടി വന്നു. പിന്നെ ആകെയുള്ളത് ഒരു 7 രൂപയാണ്. അപ്പൊ ഈ 7 രൂപ കയ്യില് വെച്ച് ഞാൻ ആദ്യായിട്ടാണ് കണ്ണന്റെ ഉത്സവം കാണാൻ പോണത് ട്ടോ. ഉത്സവാന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല അവിടെ എത്തിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഉത്സവം നടക്കാണെന്നുള്ളത്. 2014 കണ്ണന്റെ ഉത്സവം കുംഭമാസത്തില്. അപ്പൊ കണ്ണനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണനെ ഇങ്ങനെ നോക്കും തോറും കണ്ണനെ കാണും തോറും കണ്ണീന്ന് ഇങ്ങനെ ധാരയായിട്ട് ഒഴുകാണ്. കാരണം മനസ്സിലെ വിഷമം ഒരു ഇലക്ട്രീഷ്യനാണ് എൻ്റെ ഭർത്താവ്. ഇദ്ദേഹം എങ്ങനെയാ ഇത്ര പേരുടെ കടം വീട്ടുക? എങ്ങനെയാ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? എല്ലാ ആദിയും വ്യാധിയും ഒരു രക്ഷയുമില്ലാത്ത ആ ഒരു അവസ്ഥയില് എല്ലാം മനസ്സിലുള്ളത് കൊണ്ടാവാം. കണ്ണന്റെ മുഖത്തേക്ക് നോക്കും തോറും സങ്കടം പെരുമഴയാവുമായിരുന്നു. ആൾക്കാര് നോക്കണെന്ന് കാണുമ്പോ അവരൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി കണ്ണ് തുടയ്ക്കും. അപ്പൊ കണ്ണനോട് ഒറ്റ ചോദ്യം എൻ്റെ ഈ സങ്കടങ്ങളൊന്നും ആയിരുന്നില്ല എനിക്ക് കണ്ണനോട് ചോദിക്കാണ്ടായത്. ഒരു 10 രൂപ തികച്ച് നിനക്ക് തരാനായിട്ട് അല്ലെങ്കിൽ നിനക്ക് നടക്കെ വെക്കാൻ എൻ്റെ കയ്യില്. എന്തേ കണ്ണാ ഇല്ലാണ്ട് പോയേ? ഇത്രയും വലിയ തെറ്റ് എന്താ കണ്ണാ ഞാൻ ചെയ്തു പോയേ? എന്ന് മാത്രമേ എൻ്റെ കണ്ണനോട് എനിക്ക് ചോദിക്കാനുണ്ടായുള്ളൂ. ഒരു 10 രൂപ പോലും തികച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തേ എനിക്ക് വരുത്തിയേ? പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു ആ ഒരു സങ്കടം.
നടക്കിലെത്തി. നടക്കിലെത്തി 7 രൂപ നടക്കില് വെച്ചു. കണ്ണനെ തൊഴുതു. ഗണപതിയുടെ അവിടെ എത്തി. അപ്പൊ എനിക്ക് വല്ലാത്തൊരു മോഹാണ് എനിക്ക് ഒരു പൊട്ട് പ്രസാദം വേണംന്നുള്ളത്. അങ്ങനെ ആ ഒരു പൊട്ട് പ്രസാദം കിട്ടണമെങ്കിൽ ഒരു 10 രൂപ നടക്കി വെക്കണം. ഇല്ലല്ലോ. അങ്ങനെ ഗണപതിയെ തൊഴുത് വരുമ്പോ അവിടെ പ്രസാദം കൊടുക്കണ്ട്. 1 രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് ഒരു തുണ്ട് പ്രസാദെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ 1 രൂപ ഇല്ലാത്തതിന്റെ വില ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞത് എൻ്റെ ഗുരുവായൂരപ്പന്റെ മുന്നില് ഒരു പൊട്ട് പ്രസാദത്തിന് വേണ്ടി കൊതിച്ചപ്പോഴാ. ആഹ് സങ്കടം സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അനന്തശയനത്തിന്റെ മുന്നിൽ ചെന്ന് അവിടെ നിന്ന്, കാരണം ഈ ഇത്രയും പേർക്ക് കടത്തിന്റെ കാര്യം ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഏട്ടനോടും പറഞ്ഞിട്ടില്ല. 2 പേരും ഉള്ളിന്റെ ഉള്ളിലിട്ട് ഇങ്ങനെ വേദന കൊണ്ട് നടക്കാണ്. അപ്പൊ എനിക്ക് എന്റെ സങ്കടങ്ങളൊക്കെ പറയാനുള്ള ആഹ് ഒരേ ഒരാളെന്ന് പറയുന്നത് എന്റെ ഭഗവാൻ മാത്രാണ്. അപ്പോ ഗുരുവായൂരപ്പന്റെ മുന്നില് ആ അനന്തശയനത്തിന് മുന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ സങ്കടവും വിഷമവും എല്ലാം അവിടെ ഒരു കൊട്ടി തീർക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ കൊട്ടി തീർക്കായിരുന്നു. അങ്ങനെ ഞാൻ കൊട്ടി തീർത്ത് കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞു ട്ടോ, എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? ഒരു പൊട്ട് പ്രസാദല്ലേ വേണ്ടൂന്ന്. സത്യം പറയാച്ച് കഴിഞ്ഞാ അത് വെറും ഒരു എന്താ പറയാ, ഒരു മനസ്സിന്റെ ഒരു ഭ്രമമാണ് എന്ന് മാത്രം കരുതാനേ സത്യം പറയാച്ചാ ഈ പൊട്ടിപ്പെണ്ണിന് ആയുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഏട്ടനും മക്കളും ആ താമരക്കണ്ണന്റെ അവിടെയായിട്ട് അവരെന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് ഞാൻ ചെന്നപ്പോ ഏട്ടന്റെ കയ്യിൽ ഒരു കിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ കിറ്റ് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇതെവിടുന്നാ ചോദിച്ചു. കാരണം കാശുള്ളപ്പോ പോലും നമുക്ക് അങ്ങനെ ഒരു കിറ്റിനെ കുറിച്ച് അറിയൂല, കിട്ടിയിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ ചോദിച്ചു, ഇതെവിടുന്നാ ചോദിച്ചപ്പോ പറഞ്ഞു, ഉള്ളിലുള്ള തിരുമേനിക്ക് അവനെ കണ്ടപ്പോ, മകനെ കണ്ടപ്പോ, അവന്റെ കുസൃതി കണ്ടപ്പോ അവന്റെ കയ്യില് കണ്ണന്റെ പ്രസാദം കൊടുക്കാൻ തോന്നിയിട്ട് കണ്ണനെ നേരിട്ട് ചാർത്തുന്ന കളഭമുണ്ടല്ലോ, ആ കളഭം കണ്ണന്റെ പൂക്കളും എല്ലാം കൂടി ഒരു ഇലയില് പ്രസാദമായിട്ട്, പിന്നെ കണ്ണന്റെ പട്ട്, കോണകം, തിരുമുടിമാല, കദളിപ്പഴം. നമ്മള് കാശ് കൊടുത്താ ഒരു പക്ഷെ കിട്ടുക നാര് പോലത്തെയാ. പക്ഷെ ഇത് ശരിക്കും നല്ല തുടുത്ത പൂവമ്പഴം പോലത്തെ ഒരു പടല കദളിപ്പഴം. എനിക്ക് ഭക്തി ഇല്ലാന്ന് തോന്നിപ്പോയി. കാരണം എൻ്റെ ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ സമയത്ത് ഞാൻ അവിടെ ആ നടക്കിൽ തല തെല്ലിക്കരയും. അത്രയും അത്രയും വേദന എനിക്കപ്പോ വന്നു. കാരണം ആ വേദന സന്തോഷത്തിന്റെ ആയിരുന്നു ട്ടോ. എൻ്റെ ഭഗവാനോട് ഞാൻ എന്താ, എനിക്കൊരു പൊട്ട് പ്രസാദം, അല്ലെങ്കിൽ ആ ഒരു പൊട്ട് പ്രസാദത്തിന് വേണ്ടി 1 രൂപ ഇല്ലാത്ത വേദന. അത് ഞാൻ പറഞ്ഞേയില്ല ഞാൻ. എൻ്റെ വേദന ഒതുക്കിയുള്ളൂ. പക്ഷെ എല്ലാം അറിയണ, എല്ലാം കാണണ സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ആ കണ്ണൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തരികയായിരുന്നു. ഒന്നും ഇല്ലാതിരുന്നിട്ടും. ഒരു പൊട്ട് പ്രസാദേ ആഗ്രഹിച്ചുള്ളൂ എങ്കിൽ പോലും എനിക്ക് എൻ്റെ ഭഗവാൻ തന്നത് നിറയാണ്, നിറയെ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം എന്തെന്ന്. പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഓടി എഴുന്നള്ളിച്ച് വരണ കണ്ണനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി 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 കണ്ണിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുമ്പോ സത്യം പറയാച്ച് കഴിഞ്ഞാ ഗുരുവായൂർന്ന് പോരാനേ താല്പര്യമില്ലായിരുന്നു. കണ്ണന്റെ ഒപ്പം തന്നെ നടക്കാൻ, കണ്ണന്റെ ഒപ്പം തന്നെ നിക്കാനായിരുന്നു ഈ പാവത്തിന് ആഗ്രഹം. പക്ഷെ പോന്നല്ലേ തീരൂ. പക്ഷെ അന്ന് പോരുമ്പോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ധൈര്യാണ്, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ആരൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാലും നമ്മളെ കാത്ത്, നമ്മളെ കൂടപ്പിറപ്പിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തെ പോലെ നമ്മളെ കൊണ്ട് നടക്കും നമ്മുടെ ഗുരുവായൂരപ്പൻ. ഇതൊരു സത്യാണ്. ഭഗവാനെ നമ്മള് വിളിക്കുന്തോറും നമ്മളെ കുറേ കരയിപ്പിക്കും. പക്ഷേ
നമ്മളെ ചേർത്തങ്ങട് പിടിച്ച് നമ്മളെ കൈവിടാതെ ഏഹ്, നമ്മളെ എവിടേക്കൊക്കെ എത്തിക്കുംന്നറിയോ? അറിയണം. ഇത് ഇത് കേ ഇത് കേക്കണ എല്ലാവരും അറിയണംന്നാ ഞാൻ പറയാ. നമ്മുടെ കിട്ടണ സമയത്തില് ഒരുപാട് പേര് നമ്മളെ കളിയാക്കും, പരിഹസിക്കും. ഏത് സമയവും നാമം ചെല്ലലാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഇതുകളാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും, നമ്മളെ തളർത്തും. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭഗവാനെ നമ്മൾ എത്ര വിളിക്കണോ, എത്ര കൂടെ നിർത്തണോ, അത്രയും 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 നമ്മളെ പൊതിഞ്ഞ് പിടിക്കണ നമ്മുടെ അമ്മയെ പോലെ നമ്മളെ കൈക്കുമ്പിളില് വെച്ച് നമ്മളെ കൊണ്ട് നടക്കും. സത്യാണ്. ആഹ് ഇനിയും ഇനിയും പറയാണ്ട് ട്ടോ. കണ്ണനെ കുറിച്ച് ഇനിയും പറയാണ്ട്. ഇനിയും ഞാൻ പറയാട്ടോ.